സാറിനെ വിളിച്ച് വിവരം പറയാം. ഇത് പാറുവിന്റെ നമ്പറാണല്ലോ. ഞാൻ പാറുവാണ്. സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ അയാളുടെ പുറകെ തന്നെ ഉണ്ട്. അയാളുടെ ലൊക്കേഷൻ ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. ഈശ്വര, പാറു അപകടത്തിലാണല്ലോ. ഭാഗ്യം, അവളിവിടെ അടുത്തെവിടെ തന്നെ ഉണ്ട്. നീ ഓക്കെ അല്ലേ? ചേട്ടാ എപ്പോഴാ പുറത്തിറങ്ങിയേ? അതൊക്കെ പിന്നെ പറയാം. മാറി നിൽക്ക്. അയ്യോ വേണ്ട പ്രിയൻചേട്ടാ, വേണ്ട. ഇവനെയൊക്കെ ജീവനോടെ വിട്ടാ ഒരുപാട് പേരുടെ ജീവൻ നശിപ്പിക്കും. നിന്നെ ഇവൻ കൊല്ലാൻ നോക്കിയല്ലേ? ഇവനൊക്കെ ചത്ത ഭൂമിക്ക് അത്രയും ഭാരം കുറയുള്ളൂ. വേണ്ട പ്രിയൻചേട്ടാ, വേണ്ട. ഇവനെ കൊന്നിട്ട് പ്രിയൻചേട്ടൻ ജയിലിൽ പോയാ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോവും. ഇവനെ പോലീസിന് പിടിച്ചു കൊടുത്ത ഇവനുള്ള ശിക്ഷ അവര് കൊടുത്തോളും. എനിക്ക് പ്രിയൻചേട്ടനെ വേണം. ഞാൻ വല്ലാതെ പേടിച്ചു പോയി പ്രിയൻചേട്ടാ. നിന്റെ കൂടെ ഞാനുണ്ട്. നീ ആരെയും ഒന്നിനെയും പേടിക്കണ്ട. ഇന്നലെ പ്രിയൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ പോലീസുകാര് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവരാണോ? പ്രിയൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് കൈലാഷിന്റെ ജീവന് എന്ത് സുരക്ഷയാണ് സാർ ഉള്ളത്? കൈലാഷിന്റെ ജീവന് ഒരു ഭീഷണിയില്ല. അയാളിപ്പോ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൈലാഷ് ഇരിക്കുക. സാറും ഇരിക്കുക പ്ലീസ്. താങ്ക് യു. നീ എന്തിനാ മോനെ ഈ അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങിയത്? പ്രിയൻ ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിന്റെ ജീവൻ ആപത്തുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല. ശരിക്കുള്ള കുറ്റവാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അല്ല, അത് നേരത്തെ കണ്ടുപിടിച്ചതല്ലേ? അത് പ്രിയനല്ലേ? അല്ല, പ്രിയനല്ലേ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. പ്രിയനല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അനിരുദ്ധൻ. മോളെ, പ്രിയൻ എവിടെ? അമ്മ പേടിക്കണ്ട, പ്രിയൻചേട്ടൻ ഇപ്പൊ എത്തും. അല്ല, ആരാ നീ പറഞ്ഞ ഈ അനിരുദ്ധ്? നമ്മുടെ കമ്പനിയുടെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന ഒരു ഗുണ്ട. ഓ, അവനോ? ആ റാസ്കൽ ഇപ്പൊ എവിടെയാ? അമ്മ പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീരും. ദേ, ഇവനാ
കൈലാഷ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്. നീയാണോടാ എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? പറയടാ. പറയടാ. സർ, എന്താണ് അവിടെ നടക്കുന്നത്? ഞാൻ അറിയാതെ താൻ ഈ കേസ് വഴിതിരിച്ചു വിടുകയാണോ? യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പാവത്തിന്റെ തലയിൽ കുറ്റം കെട്ടി വെക്കാനുള്ള പരിപാടിയാണല്ലേ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. നീ പേടിക്കണ്ട. ചെയ്യാത്ത കുറ്റത്തിന് നിനക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. സാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി മൊഴിയും എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇവൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവരുടെ മുമ്പിലും എല്ലാ സത്യവും ഇവൻ ഏറ്റു പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എടാ, ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ. പറയടാ. ഞാനാണ് കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇതിനു മുമ്പും നീ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലേ? ഓ, ഇവരുടെ കമ്പനിയുടെ മറവിൽ ഞാൻ നടത്തിയ മയക്കുമരുന്ന് കച്ചവടം ഇവര് 3 പേര് ചേർന്നാ കൂട്ടിച്ചത്. അതിന് പകരം വീട്ടാൻ പലതവണ ഞാൻ ഇവരെ 3 പേരെയും തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ലക്ഷ്യം കണ്ടില്ല. പ്രിയനും കൈലാഷും തമ്മിൽ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞപ്പോ കൈലാഷിനെ കൊന്ന ആ കുറ്റം പ്രിയന്റെ പേര് ചുമത്താമെന്ന് ഞാൻ കണക്കുകൂട്ടി. കൈലാഷിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചപ്പോ പ്രിയം വന്ന് രക്ഷിച്ചു. ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോ പാർവതി വന്ന് രക്ഷിച്ചു. മാഡം, നിനക്ക് ബലിയാടാക്കാൻ എന്റെ മോനെ മാത്രമേ കിട്ടിയുള്ളൂ. നീ കാരണം ചെയ്യാത്ത കുറ്റത്തിന് സെല്ലി കിടന്ന് അവൻ എന്തുമാത്രം തല്ലുകൊണ്ടെന്നറിയോ? ആരും ദ്രോഹിക്കാത്ത എന്റെ മോൻ എല്ലാവരുടെ മുമ്പിൽ കൊലയാളിയായി.